ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഡിസംബർ 26 വ്യാഴാഴ്ച സഫല ഏകാദശിയാണെന്ന് നമുക്കറിയാം. അതായത് പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി, ഈ വർഷം 2024 അവസാനത്തെ ഏകാദശി. നമ്മൾ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചതിന് ശേഷം പിന്നീട് വരുന്ന ഏകാദശി. അതിനുശേഷം ഇനി ജാനുവരി 11 വരുന്ന വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി. അപ്പോൾ ഈ സഫല ഏകാദശി എടുക്കുമ്പോൾ അതിന് തലേ ദിവസമായ ദശമി ദിവസം തന്നെ നാം ഒരിക്കൽ ഉച്ചയ്ക്ക് മാത്രം അരിഭക്ഷണം കഴിച്ച് രാവിലെയും വൈകുന്നേരവും മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. തുളസി ഇല ഒക്കെ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നതും ദശമി ദിവസം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയുടെ അടിയിലൊരു സംശയം കണ്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും ഒക്കെ ഏകാദശിക്ക് വേണ്ടി ഭക്ഷണമായി നൽകി. അത് കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഭഗവാന് ഇവിടെ സമർപ്പിക്കുന്നതല്ലേ, അപ്പോൾ അതൊക്കെ അല്ലേ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംശയം തോന്നി. ഏകാദശി വ്രതങ്ങളിൽ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഉപയോഗിക്കരുതല്ലോ, പുഴുക്ക് കഴിക്കാമെന്ന് കരുതിയപ്പോൾ പുഴുക്കിനുള്ളിൽ പയറ് കണ്ടു. അതുകൊണ്ട് അത് കഴിക്കുന്നതിനെക്കുറിച്ച് സംശയം തോന്നിയെന്ന്. പഴയ കാലത്തൊക്കെ ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പോ ഒക്കെ ഉപയോഗിച്ചുള്ള ആഹാര സാധനങ്ങൾ ഏകാദശി വ്രതത്തിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ നമ്മൾ വൈഷ്ണവ ഏകാദശി ആചരിക്കുന്ന വിശ്വാസികൾ നവധാന്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ധാന്യങ്ങളും അരി അതെല്ലാം ഉപയോഗിക്കില്ല. നമ്മൾ മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഫലവർഗ്ഗങ്ങളോ ഒക്കെയാണ് നമ്മൾ അന്ന് ഉപയോഗിക്കേണ്ടത്. പഴവർഗ്ഗങ്ങൾ, മരച്ചീനി, അതുപോലെ തന്നെ ചേമ്പ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ചേന, ഇതൊക്കെ മണ്ണിനടിയിൽ വളരുന്നവയാണ്. അതുപോലെ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം, പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, പഴം അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാം. ഇതൊക്കെ പോരെ നമുക്കൊരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വ്രതം ആചരിക്കുന്നതിന്? അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരെയും അലട്ടുന്ന പ്രധാന പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ്. അത് ആഹാരം കഴിക്കാനില്ലാതെ പോഷകാഹാരങ്ങളുടെ നഷ്ടപ്പെടൽ കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമല്ല. ആഹാരം അമിതമായിട്ട് ശാരീരിക വ്യായാമമില്ലാത്തത് കാരണം ഉണ്ടാകുന്ന ശരീരഭാരം വർദ്ധിച്ചുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മനഃപൂർവ്വമുള്ള ഒരു രക്ഷപ്പെടലായിട്ട് ഏകാദശി വ്രതത്തെ കണ്ടുകൂടെ? ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഏകാദശി വരുന്നുണ്ട്. അപ്പോൾ ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം നടത്തുകയും അതിനു മുമ്പുള്ള ദശമി ദിവസവും അതിനുശേഷം പാരണയെടുക്കുന്ന ദ്വാദശി ദിവസവും ഒരു നേരം മാത്രം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അതായത് ശുദ്ധ ആഹാരം തന്നെ കഴിക്കുക. ആ ദിവസവും പരമാവധി ആഹാരം ഒഴിവാക്കുക. ഈ 2 ദിവസങ്ങൾ, ഏകാദശിക്ക് മുമ്പുള്ളതും അതിനുശേഷമുള്ള ദിവസവും. ഏകാദശി ദിവസം പൂർണ്ണമായി ജലപാനം മാത്രം കൊണ്ട് എടുക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ലത്. ഫ്രൂട്ട് ജ്യൂസുകളോ ഒക്കെ കുടിച്ച്, അതിന് കഴിയാത്ത കുറച്ചും കൂടി ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ മണ്ണിന് അടിയിൽ വളരുന്ന ഏതെങ്കിലുമൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുക. പച്ചക്ക് കഴിക്കാവുന്ന ധാരാളം വെജിറ്റബിൾസ് ഇല്ലേ, അത് കഴിക്കുക. അല്ലെങ്കിൽ പാലുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ. ചായയൊക്കെ കുടിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിലേ കുടിക്കാവുള്ളൂ. തലയ്ക്ക് വേദനയൊക്കെ ചായ കഴിച്ചില്ലെങ്കിൽ വരും എന്ന് തോന്നുന്നവരേ കഴിക്കാവുള്ളൂ. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ദിവസം തുടരുന്നത് കൊണ്ടാണ് ശരീരം അതൊക്കെ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ചായയുടെ ഒന്നും ആവശ്യം നമുക്ക് വരില്ല. നമുക്ക് വളരെ ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ശരീരം തന്നെ എനിക്ക് ഇച്ചിരി കാപ്പിയോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ചാൽ കൊള്ളാം എന്ന് ശരീരം ഇങ്ങോട്ട് തോന്നിക്കുമ്പോഴേ അത് കഴിക്കാൻ പാടുള്ളൂ. അതൊന്നും സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല. കാരണം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം നമ്മൾ നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റ് വെള്ളം കുടിക്കണമെന്നൊന്നും തോന്നത്തില്ല. ചായ കാപ്പി അതുപോലെയൊക്കെ കുടിക്കാൻ തോന്നില്ല. തീരെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തീരെ ക്ഷീണിച്ചൊക്കെ വരുന്ന അവസരത്തിൽ ശരിയായ ഫുഡൊന്നും കഴിക്കാൻ പറ്റാതെ വരുമ്പോഴേ നമുക്കത് തോന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഏകാദശി ദിവസവും എന്തെങ്കിലും അങ്ങനെ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിക്കാം.
അതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ ചായയോ അങ്ങനെയൊന്നും അല്ല ഇവിടെ വിഷയം. നമ്മൾ നവധാന്യങ്ങൾ ഉപയോഗിക്കാതെ എടുക്കുമ്പോഴാണ് ആ ഏകാദശിയുടെ ഒരു പൂർണ്ണത വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആഹാരത്തെക്കുറിച്ച് സംസാരിച്ചത്. തന്നെയുമല്ല, നമ്മൾ ധാരാളം വ്യായാമ മുറകൾ അഭ്യസിച്ച് അല്ലെങ്കിൽ അതിന് പിന്തുടർന്നാണ് ദിവസവും നമ്മുടെ ശരീരഭാരത്തെ കുറയ്ക്കുവാനും ശാരീരികമായിട്ടുള്ള വയ്യാഴികളിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഈ ഏകാദശി വ്രതം ഒന്ന് ആചരിച്ചു നോക്കൂ. മാസത്തിൽ 6 ദിവസം. അപ്പോൾ 2 ദിവസമേ പൂർണ്ണ ഉപവാസം വരുന്നുള്ളൂ. അടുത്ത ഒരു ഏകാദശിയുടെ അനുബന്ധമായിട്ട് വരുന്ന മുൻപും ശേഷവുമുള്ള ദിവസങ്ങളിൽ സാമാന്യ ആഹാരം കഴിക്കാം. അതിനുശേഷം ഏകാദശി ദിവസമേ ഉള്ളൂ പൂർണ്ണ ഉപവാസം വരുന്നത്. അപ്പോൾ ഒരു പൂർണ്ണ ഉപവാസം 1 മാസം 2 ദിവസം. അതിനോട് അനുബന്ധിച്ച് വരുന്ന ഈ 2 ദിവസങ്ങൾ ആഹാര നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തെ വ്യക്തമായ മാറ്റത്തിലേക്ക് കൊണ്ടുവരും. ശരീരത്തിന് വളരെ വഴക്കമുള്ളതും വളരെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ പോലും ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ശൗചത്തിനുണ്ടാകുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള, നമ്മൾ മറ്റ് ആഹാരങ്ങൾ കഴിക്കാതെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ മാത്രം കഴിക്കുകയല്ലേ. അപ്പോൾ ആമാശയത്തിനും കുടലുകളിനും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഒരു വളരെ സന്തോഷമായിട്ട് ശരീരം അതിനോട് പ്രതികരിക്കും. ഇതൊരു ശാസ്ത്രീയമായി തെളിഞ്ഞ കാര്യമാണ്. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഏകാദശി നിർബന്ധമായിട്ടും എടുക്കുന്നത് അവനവൻ്റെ ശരീരത്തിൻ്റെ ഉയർച്ചയ്ക്ക്, ശരീരത്തിൻ്റെ ഈ വയ്യാഴികൾ മാറുന്നതിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെയൊന്ന് എടുത്തു നോക്കൂ. നിങ്ങൾ ഭക്തിയിലേക്കൊന്നും വന്നില്ലെങ്കിലും വേണ്ടമില്ല, അവനവൻ്റെ ശരീരത്തിന് വേണ്ടി ആ വ്രതം ഒന്ന് അനുഷ്ഠിക്കൂ. പിന്നീട് പറയാനുള്ളത് സഫല ഏകാദശിയുടെ വിശദമായ വിവരങ്ങളാണ്. അപ്പോൾ സഫല ഏകാദശി എന്ന് വെച്ചാൽ സഫലമാകുക, ആ വാക്കിൽ തന്നെ ഉണ്ട് അർത്ഥം. ഇതിൻ്റെ ഏകാദശിയുടെ വ്രത മാഹാത്മ്യ കഥ ഈ ഏകാദശി ദിവസവും ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒക്കെ നമ്മൾ കേൾക്കുന്നത് വളരെ ഉത്തമമാണ്. ആ എടുക്കുന്ന വ്രതത്തിന് 1000 മടങ്ങ് ഫലം സിദ്ധിക്കാൻ വളരെ നല്ലതാണ്. സഫലമായി തീരുന്ന ആഗ്രഹങ്ങൾ, വിഫലമായ ജീവിതത്തെ സഫലമാക്കുവാനുള്ള ഒരു വ്രതമാണ് സഫല ഏകാദശി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതമൊക്കെ ഒരു കണക്കിന് വിഫലമാണെന്ന് പലർക്കും തോന്നും. എത്ര വിഫലമായി പോയി, ഫലമില്ലാത്തതായി പോയി, ഒരു ഫലമില്ലാത്ത ജീവിതമാണോ എൻ്റേത് എന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ തോന്നും. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര വിഫലമായ ഒരു ജീവിതമായി പോയി എന്ന് ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ടാകും. ഈ വർഷ അവസാനം നമ്മൾ ഈ ഒരു വ്രതം എടുക്കുമ്പോൾ അടുത്ത വർഷത്തെക്കുറിച്ച് ജീവിതം സഫലമാക്കുവാനുള്ള തീരുമാനം കൂടി എടുക്കൂ. ഈ ഒരു വ്രതം എടുക്കുന്നതിനോടൊപ്പം എൻ്റെ ജീവിതം, ഇനി അങ്ങോട്ടുള്ള ജീവിതം വളരെ സഫലമായി തീരും, വളരെ ഫലമുള്ളതായി. ഫലം എന്ന് വെച്ചാൽ ഫലത്തോടു കൂടിയത്, പൂർണ്ണമായ ഫലത്തോടു കൂടിയ ഒരു വ്രതം, ഒരു ജീവിതമായിരിക്കും എൻ്റേത് എന്ന തീരുമാനത്തോടു കൂടി ഈ വ്രതം ഒന്ന് അനുഷ്ഠിച്ചു നോക്കൂ. ഡിസംബർ 26-ാം തീയതി. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഫലം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്കിനിയും വെട്ടിപ്പിടിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെയാണോ നേടുന്നത്? അല്ല. എന്നെ കേൾക്കുന്ന ധാരാളം പേരും ഭക്തിയിലേക്ക് വന്നവരാണ്. അവർക്ക് ഭക്തിയിൽ ഭഗവാനിലേക്ക് എത്തുവാനുള്ള ഒരു സഫലതയാവട്ടെ അത്. പൂർണ്ണമായും നമ്മുടെ നമ്മുടെ അഷ്ടരാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിനെ അഴുക്കാക്കി വെച്ചിരിക്കുന്നത്, ഭഗവാന്റെ പ്രസാദം ലഭിക്കാതിരിക്കുവാൻ വിധത്തിൽ അഴുക്ക് പിടിച്ച നമ്മുടെ മനസ്സിനെ കഴുകിയെടുക്കുവാനുള്ള ആ ഒരു ശ്രമമാണ് ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ഈ സഫലതയിലൂടെ ആ വൃത്തിയുള്ള മനസ്സിലേക്ക് ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ വിളമ്പുകയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. ധാരാളം കാലഘട്ടങ്ങളായിട്ട് ഭഗവത് സേവ ചെയ്തിട്ടും ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയിട്ടും നമ്മുടെ ജീവിതത്തിന് സ്ഥായിയായ മാറ്റം വരാത്തത് നമ്മുടെ മനോമാലിന്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാകും. അതും കൂടി കഴുകിക്കളഞ്ഞ് വൃത്തിയായി, ശുദ്ധമായി, നിഷ്കളങ്കമായി, നിർമ്മലമായി ഒരു പൈതലിൻ്റേതുപോലെ മനോശുദ്ധി ആരാണോ കൈവരിക്കുന്നത് അവരിലാണ് ഭഗവാൻ കുടികൊള്ളുന്നതും, അവർക്കാണ് ഭഗവാൻ സദാസമയം കാരുണ്യം ചൊരിയുന്നതും, ഭഗവാന്റെ ആ കരുതലിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത്. ചില ഭക്തിയുടെ അല്ലെങ്കിൽ ആത്മീയ പാതയെ പിന്തുടരുന്നവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അവർക്ക് ജീവിതത്തിൽ എല്ലാവരെയും പോലെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അവരെ അതൊന്നും ബാധിക്കില്ല. എപ്പോഴും സന്തോഷത്തോടെ, സമാധാനത്തോടെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സോടെ, മറ്റുള്ളവർക്ക് ഈശ്വരകാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാന്നിധ്യത്തോടെ ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
എന്തുകൊണ്ടാണ്? അവർ ഭൗതികമായിട്ട് നോക്കുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ മോശം അവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയോ ഒക്കെയേ ഉള്ളു. പക്ഷെ ആ ഭൗതികതയിലല്ല കാര്യമിരിക്കുന്നത്. ഭൗതികമായ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ഈ പറഞ്ഞ മനോമാലിന്യങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ. നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ, സജ്ജനങ്ങളുമായി സമ്പർക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ആ സത്വഗുണം വർദ്ധിക്കുന്നത്. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് നാം കൂടുതൽ പിടിച്ച് അതിലേക്ക് അങ്ങ് വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭൗതിക ജീവിതവും ആത്മീയമായ പാതയും ഒരേപോലെ കൊണ്ടുപോകണമെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളണം. ആ സ്മരണയുണ്ടായാൽ മാത്രം പോരാ, ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കണം. നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഭഗവാനിലേക്കുള്ള അടുപ്പം വർദ്ധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ നമ്മിലേക്ക് അടുപ്പം കൂടുതൽ കാട്ടിയാലല്ലേ നമ്മുടെ ജീവിതത്തിനൊരു പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. ആ പരിവർത്തനത്തിന് വേണ്ടിയാണ് ഭഗവാൻ നമ്മിലേക്കുള്ള വഴി തുറക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സ് കഴുകി വൃത്തിയാക്കണമെന്ന് പറയുന്നത്. അത് സത്സംഗങ്ങളിലൂടെയും ഇതുപോലെയുള്ള മഹാവ്രതങ്ങളിലൂടെയും ഒക്കെയാണ്. ഈ കലികാലത്ത് വ്രതം എന്ന് പറയുന്നത് തപസ്സാണ്. ഇപ്പോൾ സബല ഏകാദശി വ്രതം ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് 5000 വർഷം തപസ്സനുഷ്ഠിച്ചതിന്റെ ഫലമാണ്. കൃതയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ തപസ്സനുഷ്ഠിക്കുന്ന കാലഘട്ടങ്ങളിൽ 5000 സംവത്സര കാലം തപസ്സനുഷ്ഠിച്ച ഫലമാണ് സഫല ഏകാദശി എടുക്കുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ പറയും അതൊക്കെ ചുമ്മാ പറയുകയാണ്. അല്ല, കലിയുഗത്തിൽ മറ്റ് യുഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ വർഷം ഇതിന്റെ നൂറ്റാണ്ടുകൾ കുറവാണ്. അപ്പോൾ അവിടെ എത്രയോ വർഷങ്ങളിരുന്ന് അനുഷ്ഠിച്ച തപസ് ഇവിടെ 2 ദിവസമോ 1 ദിവസമോ ഒക്കെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ കലിയുഗത്തിന്റെ കാലഗണന അനുസരിച്ച് ഇതൊരു തപസ്സാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച്, നമ്മുടെ ആഹാര രീതികൾ, നമ്മുടെ മറ്റുള്ള എല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ നാം നേടുന്നതെല്ലാം ഉപേക്ഷിച്ച് 1 ദിവസമോ 1 മാസത്തിൽ 2 ദിവസമോ ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ ഇത് കലിയുഗത്തിലെ തപസ് തന്നെയാണ്. രാജസൂയ യാഗം നടത്തി അതിന്റെ ഫലം നേടിയ ഒരു യഥാർത്ഥ രാജാവിൻ്റെയൊക്കെ ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്, ഈ ഏകാദശി വ്രതങ്ങളിലൂടെ ലഭിക്കുന്നത്. ഇത് സഫല ഏകാദശി മാത്രമല്ല, ഇനി വരുന്ന മോക്ഷത ഏകാദശി കഴിഞ്ഞു, വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഏകാദശികൾ എടുക്കുമ്പോൾ എല്ലാ ഏകാദശിക്കും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട്. ഭഗവാനോടുള്ള ആ ഒരു തപസ്സാണ്. ഭഗവാന് വേണ്ടി നമ്മൾ തപസ്സനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. കലിയുഗത്തിൽ ഇതാണ് തപസ്, ഇത് തന്നെയാണ് ഭഗവാനിൽ എത്തുവാനുള്ള മാർഗം. അപ്പോൾ ആ സഫല ഏകാദശിയുടെ വ്രതകഥ കേൾക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഭഗവാൻ എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന് ഭഗവാൻ നമ്മളിലേക്ക് അനുഗ്രഹിക്കുന്നതിന്റെ കാര്യം മനസ്സിലാകും. നമ്മുടെ പുരാതന കാലത്ത് എല്ലാ രാജാക്കന്മാരും ധർമ്മബോധത്തോടുകൂടി ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ദ്വാപരയുഗത്തിൽ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോടാണ് ഈ വ്രതകഥകളൊക്കെ, ഓരോ ഏകാദശി മഹാത്മ്യത്തിന്റെയും പ്രത്യേകതകൾ, ഈ ഏകാദശി എടുത്തപ്പോൾ എന്തുണ്ടായി, അല്ലെങ്കിൽ ആ ഏകാദശി എടുക്കുമ്പോൾ എന്തുണ്ടാകും എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വ്രത മാഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പോൾ ചമ്പാവതി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാഹിഷ്മൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു രാജ്യം ഉണ്ടായിരുന്നു. എല്ലാവരും പൗരാണിക ഭാരതത്തിലെ രാജാക്കന്മാരൊക്കെ ശ്രേഷ്ഠന്മാരായിരുന്നു. അല്ലാതെ അവർ അച്ഛനെ വധിക്കുകയോ ജയിലിലടയ്ക്കുകയോ സഹോദരങ്ങളെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് രാജ്യഭാരം പിടിച്ചെടുക്കുന്ന ചരിത്രം ഭാരതത്തിനുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും ധർമ്മനിഷ്ഠരാണ്. ആ ധർമ്മനിഷ്ഠതയോടുകൂടി ജീവിച്ച അദ്ദേഹത്തിന് 4 ആൺകുട്ടികളുണ്ടായി. എങ്കിലും മൂത്ത ആളിനാണ് രാജ്യഭാരം കൊടുക്കുന്നത് നമ്മുടെ ആ കാലഘട്ടത്തിൽ ധർമ്മമനുസരിച്ച്. പക്ഷെ ആ മൂത്ത മകനാകട്ടെ വളർന്നു വരുന്നതനുസരിച്ച് ദുർഗുണങ്ങളുടെ ഒരു കേദാരമായി മാറി. മറ്റു മക്കൾ സദ്ഗുണസമ്പന്നരായി രാജാവിന്റെ ഇച്ഛ അനുസരിച്ച് തന്നെ, രാജ്യഗുണമനുസരിച്ച് തന്നെ, രജോ ഗുണം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഇത് തമോ ഗുണ പ്രധാനിയായ ഒരു മകനാണ് ആദ്യമുണ്ടായത്. ഈ മകൻ വളർന്നു വന്ന് ഒരു കൗമാരം കഴിഞ്ഞപ്പോൾ മുതൽ സ്ത്രീകളോടുള്ള താല്പര്യം മൂലം മോശം സ്ത്രീകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ അവരാവശ്യപ്പെടുന്ന പണമൊക്കെ കൊടുത്തിട്ട് ശരീരസുഖത്തിന് വേണ്ടി അവരോടൊപ്പം ജീവിക്കുകയും അതുപോലെ അങ്ങനെ എല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മദ്യപിക്കുകയും പെൺകുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു വരുന്നപ്പോൾ രാജാവിൻ്റെ ചെവിയിൽ എത്തി. രാജാവ് മകന് അന്ത്യശാസനം നൽകി. ഇപ്പോഴത്തെ നമ്മുടെ
രാജ്യം ഭരിക്കുന്ന ആൾക്കാർ അവരുടെ മക്കൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും അവരെ ആ തെറ്റെല്ലാം മറച്ചു വെച്ചിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകാതിരിക്കുന്ന ഒരു ധർമ്മമാണല്ലോ ഇപ്പോൾ നടമാടുന്നത്. എന്നാൽ നമ്മുടെ പൗരാണിക ഭാരതത്തിലെ രാജാക്കന്മാർ ആനയെ വിട്ട് ചവിട്ടി കൊല്ലിക്കും സ്വന്തം മകനാണെങ്കിലും തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ കരിങ്കൽ തുറങ്കിലടയ്ക്കും, അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് ഒടിച്ചു വിടും. അങ്ങനെ കർശനമായ ശിക്ഷ. അത് അവനവന്റെ മകനാണെങ്കിലും മറ്റുള്ള രാജ്യദ്രോഹികളാണെങ്കിലും അങ്ങനെ ചെയ്യുമായിരുന്നു. ഇദ്ദേഹവും തൻ്റെ മകൻ വളർന്നു വരുന്നതനുസരിച്ചുണ്ടാകുന്ന തിന്മകൾ കാരണം രാജ്യത്തു നിന്ന് പുറത്താക്കാൻ സൈനികരെ നിർദ്ദേശിച്ചു. അങ്ങനെ വളരെ കോപാക്രാന്തനായി മകൻ രാജ്യത്തിന് പുറത്ത് നടന്ന് ഓരോ മനുഷ്യരിൽ നിന്നും ഓരോന്ന് പിടിച്ചു പറിക്കുകയും ഒന്നും സ്വന്തമായിട്ട് സമ്പത്തില്ലാതെ വന്നപ്പോൾ മോഷണം നടത്തുകയും അവിടെയൊക്കെയുള്ള മനുഷ്യരെ, അതിനെ എതിർക്കുന്നവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ആ രാജ്യത്തിന് പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്കും ശല്യമായപ്പോൾ ആ നാട്ടുകാരെല്ലാവരും കൂടി ഈ മകനെ അടിച്ചൊടിച്ചു വിട്ടു. അങ്ങനെ അവൻ എല്ലാവരുടെയും ഉപദ്രവം കാരണം വനത്തിലേക്ക് ഓടിപ്പോയി. അങ്ങനെ വനത്തിൽ ചെന്നിട്ട് അവിടുത്തെ പാമ്പ് പിടിച്ച മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും അതിനെ ചുട്ട് തിന്നുകയും കൊന്ന് മാംസം എടുത്ത് അങ്ങനെ ആ വനജീവികൾക്കും കൂടി ശല്യമായി തീർന്നു. അങ്ങനെ കുറേ കാലം ഇങ്ങനെ ദുഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്ത ആ യുവത്വത്തിന്റെ പാരമ്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് തകർത്ത് അങ്ങനെ ജീവിച്ചു വരുന്ന വഴിയിൽ ഇനി ഒന്നുമില്ല. വനത്തിന് പുറത്ത് കിടന്നാൽ മനുഷ്യർ തല്ലിക്കൊല്ലും. വനത്തിൽ ജീവജാലങ്ങൾ മാക്സിമം ഉപയോഗിച്ചു. അതിനുശേഷം ഇങ്ങനെയുള്ള ക്രൂരതയോടൊക്കെ കൂടി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. വനത്തിന് പുറത്ത് വരും, എവിടെയെങ്കിലും ഒന്ന് അലഞ്ഞു തിരിഞ്ഞെന്നൊക്കെ നടന്ന് വല്ലതും ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ നോക്കും. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവിടെ ഒരു ആൽമരമുണ്ട് വനത്തിൽ. ആ ആൽമരത്തിൻ്റെ തറയിൽ വന്ന് അതിൻ്റെ മണ്ണിൽ വന്നിങ്ങനെ കിടക്കും വിശക്കുമ്പോൾ. അങ്ങനെ കിടന്ന് ഇങ്ങനെ ക്ഷീണവും വിശപ്പും ഒക്കെ കാരണം ഇങ്ങനെ അബോധാവസ്ഥയിലായിപ്പോയി. അങ്ങനെ അതിനുശേഷം എപ്പോഴോ എങ്ങനെയോ ഉണർന്നപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു പരിവർത്തനം. പല ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ തളർന്ന് മയങ്ങി ഉറങ്ങി. അതിനുശേഷം വനത്തിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ, ആൽമരം എന്ന് പറയുന്നത് എല്ലാവർക്കും ജ്ഞാനം പ്രദാനം ചെയ്യുന്നതല്ലേ, എല്ലാം ശ്രീബുദ്ധൻ ഉൾപ്പെടെ എത്രയോ മഹാജ്ഞാനികൾക്ക് നമ്മൾ പോലും ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നേ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റം അപാരമാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ നമുക്ക് തോന്നില്ല. എത്ര പ്രശ്നങ്ങളോടെ അല്ലെങ്കിൽ മനസ്സ് അങ്ങ് വളരെ സംഘർഷണം നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ ചെന്നിരുന്നാലും വളരെ ശാന്തമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോരാൻ കഴിയും. അപ്പോൾ ഇത് എത്രയോ ദിവസവും അറിഞ്ഞുകൂടാ. ബോധരഹിതനായി ആൽമരത്തിന്റെ ചുവട്ടിൽ കിടന്ന ഈ മനുഷ്യൻ പരിവർത്തനത്തിന്, മാനസാന്തരത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവൻ അവിടുന്ന് ഇവിടെയൊക്കെ എഴുന്നേറ്റ് നടന്ന് തൊട്ടടുത്ത നദിയിൽ ചെന്നിട്ട് സ്നാനമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ നല്ല ഫലങ്ങൾ എവിടെയോ നിൽക്കുന്നു. ആ ഫലങ്ങൾ പറിച്ചുകൊണ്ട് വന്ന് ഒരു ഇലയിൽ വെച്ചിട്ട് ഇത് ഭഗവാന് കൊടുക്കുകയാണെന്നുള്ളൊരു സങ്കല്പം. ഈ ദുഷ്ടനായ മനുഷ്യൻ പൂർവ്വജന്മത്തിൽ എന്നോ ചെയ്ത പുണ്യത്തിന്റെ ഫലമാകാം, അല്ലെങ്കിൽ ഈ അച്ഛൻ ചെയ്ത സൽഗതിയുടെ ഫലമാകാം, സൽക്കർമ്മങ്ങളുടെ ഫലമാകാം പുത്രൻ അങ്ങനെ ഒരു മാനസിക പരിവർത്തനം ഉണ്ടായത്. എന്നിട്ട് അത് ഭഗവാനാണെന്ന് സങ്കല്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇത് ഭഗവാൻ കഴിക്കൂ എന്ന് പറഞ്ഞ് ഈ ഫ്രൂട്ട്സൊക്കെ. അതിനുശേഷം ആ ഭഗവാനാണ് അവിടെ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിൽ ആ ആൽമരത്തിന് ചുവട്ടിലിരുന്ന് ഭഗവാനെ ധ്യാനിച്ച് ഉറങ്ങാതെ 3-4 ദിവസമൊക്കെ ഉറങ്ങിയതിന് ശേഷം ഒരു ദീർഘമായ ഉണർവിലേക്ക് വന്നതാണ്. അങ്ങനെ ഉറങ്ങാതെ 2 ദിവസം കടന്നുപോയി. പ്രാർത്ഥിക്കാനും ഒന്നും അറിഞ്ഞുകൂടാ, എങ്കിലും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നവിടെ. അതിനുശേഷം ആ ധ്യാനത്തിന് ശേഷം അങ്ങനെ രാപകൽ ഉണർന്നിരിക്കുക, ഉറക്കം ഇനിയില്ല, അതുപോലെ ഉണർന്നിരുന്ന ആ ഒരു പ്രഭാതത്തിൽ ഒരു വെള്ള കുതിരയുടെ പുറത്ത് ഒരാളിങ്ങനെ കടന്നു വന്നിട്ട്, ഒരു തേജോമയമായ ഒരു പ്രകാശം കടന്നു വന്നിട്ട് ഇവനോട് പറയുകയാണ്, തിരിച്ച് നീ കൊട്ടാരത്തിലേക്ക് ചെല്ലൂ, നിന്റെ അച്ഛൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, നീ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ മകനായി നീ മാറിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ സഫല ഏകാദശിയുടെ ദശമി ദിവസവും ഏകാദശി ദിവസവുമായിരുന്നു ഈ മനുഷ്യനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചത്. ഉണർന്നതിന് ശേഷം അതൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ.
ഇത് ഏകാദശിയായിരുന്നോ ദശമിയായിരുന്നോ അടുത്ത ദിവസം ദ്വാദശിയാണോ ഒന്നും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ചെയ്തതാ. അപ്പോൾ അറിയാതെ ഉണർന്നിരുന്ന് അത് ഭഗവാന് സമർപ്പിച്ച ആ ഫലങ്ങളുടെ മുന്നിലിരുന്ന് ഭഗവത് ചിന്തയിലിരുന്ന് 2 ദിവസം അങ്ങനെ ഇരുന്ന് രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരുന്ന് നമിച്ചു ഭഗവാനെ. അപ്പോൾ തിരിച്ച് ഈ ഒരു ശബ്ദം കേട്ടതിന് ശേഷം തൻ്റെ കൊട്ടാരത്തിലേക്ക്, അച്ഛൻ്റെ സവിധത്തിലേക്ക് ഈ മകൻ ചെല്ലുകയാണ്. കടന്നു ചെന്ന് അച്ഛന് വളരെ സ്നേഹത്തോടു കൂടി ആ മകൻ്റെ പരിവർത്തനം മനസ്സിലാക്കി മകനെ വളരെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചു. അവനെ അടുത്ത രാജാവായിട്ട് അച്ഛൻ അവരോധിച്ചു. അച്ഛൻ എന്നിട്ട് രാജഭരണത്തിൽ നിന്ന് പിന്മാറി സന്യാസം, അത് പഴയ കാലത്ത് സന്യാസം സ്വീകരിക്കുകയും അങ്ങനെ ചെയ്യുകയാണ്. വാനപ്രസ്ഥത്തിനും സന്യാസത്തിനുമുള്ള കാലഘട്ടമാണ് മക്കളെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം. അപ്പോൾ ഈ മകൻ വീണ്ടും വിവാഹിതനാകുന്നു. വീണ്ടും വിവാഹിതനെന്ന് വെച്ചാൽ വിവാഹിതനായിട്ടില്ല, ആകാതെ തന്നെ മോശ ജീവിതമൊക്കെ നയിച്ചവനാണ്. പിന്നീട് രാജകീയമായിട്ടുള്ള ആ ആഡംബരത്തോടു കൂടി ഉചിതമായ ഭാര്യയെ സ്വീകരിച്ച് അതിൽ സൽസന്താനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ 15-20 വർഷക്കാലം അവിടെ രാജ്യഭരണം നടത്തുകയാണ് ഈ മകൻ. അങ്ങനെ സദ്ഭരണത്തിൻ്റെ ഉടമയായി മാറി. മനസ്സിൽ സദാ ഈശ്വര സങ്കല്പത്തിൽ തന്നെ ജീവിച്ചു. മകൻ ഏകദേശം രാജ്യഭരണത്തിന് പര്യാപ്തമായപ്പോൾ മകനെയും പത്നിയെയും ഒക്കെ രാജ്യഭാരം അടുത്ത തലമുറയൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം ഈ രാജാവ് വാനപ്രസ്ഥം സ്വീകരിക്കുകയും അവസാനം സന്യാസം സ്വീകരിച്ച് ഭഗവാന്റെ പരമപദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ മുമുക്ഷുവായി മാറി. ഇതാണ് ഈ സഫല ഏകാദശിയുടെ വ്രത മാഹാത്മ്യ കഥ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ വ്രത മാഹാത്മ്യ കഥയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, യുധിഷ്ഠിര, ഒരാൾ അറിയാതെ ഇത് ഏകാദശിയാണോ ദ്വാദശിയാണോ എന്നൊന്നും തിരിച്ചറിയാതെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വിഫലമായ ജീവിതം സഫലമായി തീർന്നല്ലോ. അങ്ങനെയാണ് അതിനെ സഫല ഏകാദശി എന്ന് ഈ പൗഷമാസത്തെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേര് വന്നത്. അപ്പോൾ ഓരോ ഏകാദശിയുടെയും പേര് അതാത് ഗുണം കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേരുണ്ടായത്. അപ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് ജാഗ്രതയിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഏകാദശി മഹാത്മ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്രതമെടുക്കുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങളായിരിക്കും യുധിഷ്ഠിര അങ്ങനെ എടുക്കുന്നവർക്ക് ലഭിക്കുന്നതെന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇതുതന്നെയല്ലേ ശരിയായിട്ടുള്ള ഭഗവാന്റെ ആ ലക്ഷ്യം? തൻ്റെ പ്രജകളെ, ഭഗവാൻ സൃഷ്ടിച്ച ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ, ആ പ്രജകളാകുന്ന ഭഗവാന്റെ സന്താനങ്ങളെ എല്ലാം ഭഗവാനെക്കുറിച്ച് അറിയുവാൻ ഭഗവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും സാഫല്യം കൊടുക്കുവാൻ, അവരുടെ ജീവിതം സമ്പൂർണ്ണമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നെ അറിയാത്തത് എന്താണ്? എന്നെ തേടി വരാത്തത് എന്താണ്? എൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാൻ നിങ്ങൾ യോഗ്യരാകാത്തത് എന്താണ് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇതല്ലേ വേണ്ടത്? ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഇഹത്തിലും പരത്തിലും പൂർണ്ണമായി ലഭിക്കുന്നു. അതാണ് സഫല ഏകാദശി. അപ്പോൾ നമ്മൾക്ക് ഈ സഫല ഏകാദശിയുടെ തിഥി വരുന്നത് ഡിസംബർ 26 വ്യാഴാഴ്ച ദിവസം രാത്രി 10:29 മുതലാണ്. അതായത് ഡിസംബർ 26 തീയതി രാത്രി 10:29 മുതലാണ് ഏകാദശി തിഥി തന്നെ ആരംഭിക്കുന്നത്. 27 തീയതി രാത്രി 12:43 വരെ ഈ ഏകാദശി തിഥിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 26 തീയതി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഡിസംബർ 26 തീയതി വൈകുന്നേരം 6:44 ആരംഭിച്ചിട്ട് 27 തീയതി പ്രഭാതത്തിൽ 7:09 വരെയാണ് ഹരിവാസര സമയം. പാരണ സമയം ദ്വാദശി ദിവസം, അതായത് 27 തീയതി ദ്വാദശി ദിവസം 7:09 8:56 ഇടയിലാണ്. 7:09 8:56 ഇടയിലാണ് പാരണ എടുക്കേണ്ടത്. ആ പാരണ കഴിഞ്ഞിട്ട് തുളസി തീർത്ഥമോ അല്ലെ ഭഗവൽ സന്നിധിയിൽ ചെന്നിട്ട് അവിടുന്ന് തീർത്ഥമോ ഒക്കെ കഴിച്ച് പാരണ
വീണ്ടതിന് ശേഷം അന്നത്തെ ദിവസവും ശുദ്ധ ആഹാരികളായി ഇന്ദ്രിയങ്ങളെ ആ വഴി അതിനെ കെട്ടഴിച്ച് അതിന് ഇഷ്ടമുള്ള വഴിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ നാക്കിന് സ്വാദുള്ളത് കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭൂതി തരുന്ന കാര്യങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ട് പോകുമ്പോഴാണ് മനസ്സ് തയ്യാറായിട്ട് എന്ത് ചെയ്യും, ആ വഴിയെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണമാണ് ഒരു പ്രധാന വിഷയം ഈ വ്രതങ്ങളിലെല്ലാം. അന്നത്തെ ദിവസവും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് മറ്റു നേരങ്ങളിൽ മറ്റ് ലഘുഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം അന്നത്തെ ദിവസം ധാരാളം വെള്ളമൊക്കെ കുടിക്കുക. ഒരു ദിവസം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നതല്ലേ, കുറേശ്ശെ വെള്ളം കുടിച്ച് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റുക. അതിനുശേഷം അതിനടുത്ത ദിവസം സ്വാഭാവികമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ആ സഫല ഏകാദശിയിലൂടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണോ നഷ്ടപ്പെട്ടത്, വിഫലമായ ജീവിതം, അത് സഫലമായി തീരട്ടെ. അതുപോലെ തന്നെ വരും വർഷങ്ങളിൽ ജീവിതത്തിനെ സാഫല്യത്തിലെത്തിക്കുവാനുള്ളൊരു തീരുമാനം കൂടി ഈ വ്രതത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകും. അപ്പോൾ ഇതാണ് സഫല ഏകാദശിയെക്കുറിച്ച് പറയുവാനുള്ളത്. എല്ലാവർക്കും ഈ ഏകാദശി ദിവസം, അതുപോലെ വ്യാഴാഴ്ച ദിവസമാണ് ഏകാദശി വരുന്നത്. എത്ര ശ്രേഷ്ഠമാണ്. ഈ ഏകാദശി എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അതൊരു വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതില്ല എങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ. മറ്റ് കർമ്മങ്ങളിലൊക്കെ ഇപ്പോൾ അവധിക്കാലമല്ലേ, യാത്രകളിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയമല്ലേ. ഞാനും പല യാത്രകളിലൊക്കെ ആയിരുന്നു. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ സ്കിറ്റ് മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. ജില്ലാ മത്സരമായിരുന്നു. സ്കിറ്റ് ഒരു 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സ്കിറ്റ് ഞാനൊരു 7 പേരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ടത് ചെയ്യിച്ചപ്പോൾ അത് സ്നേഹിത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകൾക്കുണ്ടാകുന്ന ചൂഷണത്തിനും അവരുടെ അരക്ഷിതാവസ്ഥയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സ്നേഹിത. അതിൻ്റെ വാർഷിക സമ്മേളനത്തിൽ 10ഓളം സ്കിറ്റുകളുണ്ടായിരുന്നു. ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഗ്രൂപ്പുകൾ വന്നതിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടി. പിന്നെ അതിൻ്റെയൊക്കെ ജോലിയിലും യാത്രയിലും ഒക്കെ ആയിരുന്നു ഞാൻ. ആലപ്പുഴ വെച്ചായിരുന്നു ആ മത്സരം നടന്നത്. പിന്നീട് അവധിയല്ലേ, അതിൻ്റെ യാത്രയൊക്കെ ഉണ്ട്. അപ്പോഴങ്ങനെ സംഭവിച്ചതാണ്. ഈ വീഡിയോ അല്പം വൈകിപ്പോയി, സദയം ക്ഷമിക്കുക. വ്യാഴാഴ്ച ദിവസം നമ്മൾ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ആ ദിവസം നന്നായി ഭഗവാനെ ഭജിക്കുക. ഏകാദശി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് വരുന്ന ജാനുവരിയിൽ വരുന്ന ആദ്യത്തെ ഏകാദശി, അത് സ്വർഗവാതിൽ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, ആരും വിട്ടുപോകരുത്. തീർച്ചയായും അത് എടുത്തിരിക്കണം, എല്ലാവരും എടുത്തിരിക്കണം. ഭഗവാൻ പൂർണ്ണമായ മോക്ഷം തരുവാൻ കാത്തിരിക്കുന്നു, വൈകുണ്ഠത്തിലേക്ക് സ്വീകരിക്കാൻ. മോക്ഷം എന്നാൽ മോഹങ്ങളുടെ ക്ഷയം. മോഹങ്ങൾ ക്ഷയിക്കുന്നത് എപ്പോഴാണ്? ഭഗവാൻ നമ്മെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ നമ്മൾ മോക്ഷത ഏകാദശി എടുത്തിട്ട് അതിൻ്റെ പിറ്റേന്ന് മരിച്ച് ഭഗവാന്റെ അടുക്ക ചെല്ലുമെന്നല്ല ഇതിനർത്ഥം. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാറ്റിലും സന്തോഷമായിരിക്കുന്നു, എല്ലാറ്റിൽ നിന്നും മനസ്സുകൊണ്ട് വിടുവിക്കുന്നു. അതുകൊണ്ടാണ് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നത്. നമ്മൾ എല്ലാറ്റിലും മനസ്സ് ചെന്ന് പെടുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ പരിഹാരമല്ലേ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ വേണ്ടത്. അതങ്ങ് മരിച്ച് മണ്ണടിഞ്ഞ് സ്വർഗത്തിൽ ചെന്നതിന് ശേഷമാണോ നമ്മൾ സുഖിക്കാൻ പോകുന്നത്? അല്ല, അതൊക്കെ വെറും വിഡിത്തമാണ് പറയുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാകുന്നത്. നരകതുല്യമായ ജീവിതം നയിക്കുന്ന ഭൂമിയിൽ ശരീരം കൊണ്ട് ജീവിക്കുമ്പോഴാണ് രോഗത്തിൻ്റെ പേരിലും ദാരിദ്ര്യത്തിൻ്റെ പേരിലും മറ്റ് കുടുംബത്തിലുണ്ടാകുന്ന മറ്റ് അന്ധഛിദ്രങ്ങളുടെയൊക്കെ പേരിലും ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിലൊക്കെ നമ്മുടെ ജീവിതം നരകമാകുന്നത് ഭൂമിയിലെ ജീവിതത്തിൽ ശരീരത്തിലിരിക്കുമ്പോഴാണ്. അതിനൊരു പരിഹാരമാണ് മോക്ഷം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടുന്ന് ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം പെട്ടെന്ന് മരിച്ച് മോക്ഷം കിട്ടുക എന്നല്ല, വീണ്ടും ഞാൻ പറയുകയാണ്. ഈ പ്രശ്നങ്ങളൊന്നും നമ്മെ ബാധിക്കാതെ ശാന്തമായി സ്വസ്ഥമായി കാലങ്ങളോളം നമ്മുടെ യഥാർത്ഥ മരണം, ശരിക്കും ഭൂമിയിൽ നിന്ന് എന്നാണോ നാം പോകേണ്ടത് അന്ന് മാത്രം ഭഗവാൻ വിളിക്കുമ്പോൾ മാത്രം ചെല്ലുമ്പോൾ ആ വൈകുണ്ഠ ലോകം നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുകയാണ് ഭഗവാൻ.
അല്ലാതെ ഊർധ്വലോകങ്ങളിലേക്ക് പോകാതെ അധോലോകങ്ങളിലേക്ക് പോകാതെ ഊർധ്വലോകങ്ങളിലേക്ക് ചെന്ന് വൈകുണ്ഠ പ്രാപ്തി നേടാൻ പര്യാപ്തമാക്കുന്ന വ്രതമാണ് വൈകുണ്ഠ ഏകാദശി. അത് നിർബന്ധമായും എടുക്കണം. അങ്ങനെ എല്ലാവരെയും ഇതിനെല്ലാം ഭഗവാൻ സ്നേഹിക്കട്ടെ, ഭഗവാൻ വിളിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.